Disclaimer: the following is a satirical performance. The characters and events depicted are entirely fictional, and any resemblance to actual people, living or dead, or any political situation is purely coincidental. We are in no way affiliated with, nor do we endorse or condemn, any political figure or party. This is a comedy show, not a political rally. പ്രിയപ്പെട്ട നാട്ടുകാരെ, അങ്ങനെ ഒരു ഓണം കൂടെ വരവായി. പക്ഷേ പറഞ്ഞിട്ടെന്താ കാര്യം? മാവേലി തമ്പുരാൻ വല്ലാതെ ആശ്വസ്തനാണ്. എന്താ കാര്യമെന്നല്ലേ? എല്ലാ രാജ്യക്കാരെ പോലെ ട്രംപ് തന്നെയാണ് കാരണം. അങ്ങേര് കാർഡടിച്ച് ചൈന തൊട്ട് ജിബൂട്ടി വരെ ടാരിഫ് ഇൻക്രീസ് ചെയ്തപ്പോൾ എങ്ങനെയോ പാതാളം ലിസ്റ്റിൽ കയറി. ഇതിനുവേണ്ടി ഈ ഓണത്തിന് അമേരിക്കയിൽ പോയി അവിടെ ട്രംപിനെ കണ്ട് ഒരു ബൈലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് ചർച്ച ചെയ്യാനാണ് മാവേലിയുടെ പ്ലാൻ. ആദ്യമേ സൗത്ത് ആഫ്രിക്കയിലുള്ള ചാക്കോച്ചന്റെയും ലിസമ്മയുടെ അടുക്കെ വന്ന് മാപ്പ് ഓണം കൂടി അതുവഴി അമേരിക്കയിൽ പോവാനാണ് മാവേലിയുടെ ആഗ്രഹം. പതിവ് പോലെ ചാക്കോച്ചൻ തമ്പുരാനെയും ശിങ്കിടിയെയും എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് വീട്ടിലെത്തി. തമ്പുരാന്റെ ഉദ്ദേശം എങ്ങനെ നടക്കുമെന്ന് നമുക്ക് നേരിട്ട് കാണാം. പ്രവേശി തിയേറ്റർ പ്രസൻസ് മോക്ക, മേക്ക് ഓണം ഗ്രേറ്റ് അഗൈൻ. വരണം തിരുമേനി, യാത്ര ചെയ്ത് ക്ഷീണിച്ച് കാണുമല്ലോ, ഇരിക്കൂ. എങ്ങനെ ക്ഷീണിക്കാതിരിക്കും? ഈ തിരുമേനിയുടെ പിശുക്ക് കാരണം എന്റെ നടുവൊടിഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഡയറക്റ്റ് ഫ്ലൈറ്റ് എടുത്ത് വരാമെന്ന്. അപ്പൊ കാശ് ലാഭിക്കാൻ വേണ്ടി പാതാളം ടു അഫ്ഗാനിസ്ഥാൻ, അവിടെ നിന്ന് സുഡാൻ, പിന്നെന്തെന്നാ ഡുഗുഡുഗോ. എവിടെ എവിടെ? അതേത് സ്ഥലം? എനിക്ക് പേരൊന്നും അറിയില്ല. എന്തോ ഒഗുഡുഗുനോ അഗുഡുഗുനോ അങ്ങനെ കണ്ടൊരു പേര്. നിക്ക്, എനിക്ക് മനസ്സിലായി. വാഗാഡൂഗു എന്നല്ലേ സ്ഥലത്തിന്റെ പേര്? അതേന്നെ, അങ്ങനെ എന്തോ ആണ്. എന്തായാലും ഒരു 1.5 വകടുകു പരിപാടിയായി പോയി ഈ തിരുമേനി കാണിച്ചത്. നിങ്ങൾ ഒരു ചായയൊക്കെ കുടിച്ചിരിക്കും. ഞങ്ങളുടെ ഫ്രണ്ട് ജോമോനായിരിക്കും ഇപ്പൊ ബെല്ലടിച്ചത്. Maveli, inna cup chaya with some banana chips. I'm making some banana fritters too. ഇതെന്തു പറ്റി ലിസമ്മയുടെ ആക്സന്റിന്? ആകെപ്പാടങ്ങ് മാറിയിരിക്കുന്നല്ലോ. Oh sorry തമ്പുരാനെ, ഈ പിള്ളേരുടെ ഈ റീൽസും ടിക്ടോക്കും ഒക്കെ ചെയ്ത് ആ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാ. ദാ കുറച്ചുകൂടി ഉപ്പേരി എടുക്ക്. ലിസമേ, ഇവിടെ ഉപ്പേരി കിട്ടുവോ? അതെന്ത് ചോദ്യമാ? ഉപ്പേരി ഇല്ലാതെ മലയാളി എങ്ങനെ സർവൈവ് ചെയ്യും? ഈ വർഷം അമേരിക്കയിലുള്ള നമ്മുടെ പ്രജകൾക്ക് ഓണത്തിന് പോലും ഉപ്പേരിയും ശർക്കര വരട്ടിയും ഇമ്പോർട്ട് ചെയ്യാൻ പറ്റാത്തതാണ് എൻ്റെ വിഷമം. അതെന്താ തിരുമേനി അവർക്ക് ഇത്രയ്ക്ക് പ്രയാസം? ട്രംപിന്റെ ടാരിഫ് കാരണം ഇന്ത്യയിൽ നിന്ന് ഇമ്പോർട്ടൊക്കെ നിർത്തി വെച്ചേക്കുമല്ലേ. ഞാൻ കേട്ടത് മലയാളിയൊക്കെ ഇപ്പോ ഗോൾഡിന് പകരം സൂട്ട് കേസിൽ ബനാന ചിപ്സ് ആണ് അമേരിക്കയിലേക്ക് സ്മഗിൾ ചെയ്യുന്നതെന്നാ. എന്തായാലും ഇതൊരു വകടുകു പരിപാടിയായി പോയി. ജോമോനെ ഇരിക്ക്, ഞാൻ പോയി വൈകിട്ടത്തേക്കിനുള്ള വാർണിഷ് സെറ്റാക്കിയിട്ട് വരാം. ഈശോ മിശിഹായ്ക്കും. അയ്യോ സോറി കേട്ടോ തമ്പുരാനെ. നമസ്കാരം. എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ? സത്യത്തിൽ കഴിഞ്ഞ വർഷത്തെക്കാലം ഒന്ന് മെലിഞ്ഞല്ലോ. വല്ല കാലിസ്തനിക്സും ചെയ്യുന്നുണ്ടോ? അതൊന്നുമല്ല. തിരുമേനി ഇക്കാലത്ത് ശില്പ ഷെട്ടിയുടെ യോഗ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യല്ലേ? പാതാളത്തിൽ ശില്പ ഷെട്ടിയുടെ യോഗ ക്ലാസ്സോ? അവിടെ ഈ ഈലോൺ മസ്ക് സ്റ്റാർലിങ്ക് വരെ സെറ്റപ്പ് ആക്കി തന്നില്ലേ? അപ്പോഴാ പിന്നെ ശില്പ ഷെട്ടിയുടെ യോഗ ക്ലാസ്. തിരുമേനി ഫുൾ അപ്ഡേറ്റഡ് അല്ലേ? ഇപ്പൊ സദ്ഗുരു, AI ടൂൾസ്, ബെസ്റ്റ് പ്ലേസസ് ടു ഈറ്റ് ഇൻ കൊച്ചിൻ, അച്ഛൻ ആൻഡ് മോൻ, ഗോപിയുടെ ട്രോൾസ്, എപ്പം നോക്കിയാലും ഫുൾ ടൈം ഇൻസ്റ്റാഗ്രാം കണ്ടോണ്ടിരിക്കല്ലേ? ആഹാ, തിരുമേനിയുടെ ഹാൻഡിൽ ഒന്ന് തരാമോ? എന്റെയും തരാം. എന്ത് വൃത്തികേടായി പറയുന്നേ? തിരുമേനി അങ്ങനെ അത് ആർക്കും കൊടുക്കാറില്ല, എനിക്ക് പോലും. പിന്നെയാ ഞാൻ മാവേലിയുടെ ഇൻസ്റ്റാ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ചോദിച്ചത്. ഇൻസ്റ്റാ ഹാൻഡിൽ. എന്റെ ജോമോനെ, നീ ഒന്ന് അടങ്ങ്. തിരുമേനി ജസ്റ്റ് ഒന്ന് എത്തിയിട്ടല്ലേ ഉള്ളൂ, ഒന്ന് ചില്ലൊക്കെ ചെയ്തട്ടെ. ഓക്കെ, എന്നാൽ തമ്പുരാൻ ചിൽ ചെയ്തോളൂ. ഞാൻ സദ്യ ഉണ്ടാക്കാൻ പോവാണേ. ചാക്കോച്ച ഒന്നങ്ങോട്ട് വരുമോ? ആ ചോറൊന്ന് വറക്കാനായിരുന്നു. നീ ഒന്ന് പോയേ.
ഞാൻ തമ്പുരാന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയട്ടെ. ചാക്കോച്ച, ഒന്നകത്തോട്ട് വാ, ആ ചിരണ്ടിയ തേങ്ങ ഒന്ന് എടുത്ത് തരാൻ. എടി ഞാനതാ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ചാക്കോച്ച, പരിപ്പ് കറിയിലെ കടുക് വറുക്കാനെങ്കിലും ഒന്ന് വരാമോ? ചാക്കോച്ച വേഗം ചെല്ല്, അല്ലെങ്കിൽ ലസമ്മ നിങ്ങളുടെ കടുക് വറുത്തായിരിക്കും പരിപ്പിലിടുന്നത്. നിങ്ങൾ ഇരിക്കേ, ഞാൻ വരുന്നേ. അയാൾ പോട്ടെ. അപ്പോ മാവേലി, ഈ വർഷം എവിടെയൊക്കെയാണ് പോകുന്നത് ഓണത്തിന്? നല്ല ബുക്കിംഗ് ആയിരിക്കും അല്ലേ? ഞങ്ങൾ ഇവിടുത്തെ ഓണം കഴിഞ്ഞാൽ നേരെ അമേരിക്കയ്ക്കാ. അവിടെ ചെന്ന് വേണം ആ ട്രംപിനെ നേരിട്ട് കണ്ട് തിരുമേനിക്ക് 2 വാക്ക് പറയാൻ. ഒരു കാരണമില്ലാതല്ലേ ട്രംപ് പാതാളത്തിന് വരെ ടാരിഫ് ഹൈക്ക് പ്രഖ്യാപിച്ചത്. അതിനെപ്പറ്റി സംസാരിക്കാനാണ് നോം അദ്ദേഹത്തിനെ കാണാൻ പോകുന്നത്. ബെസ്റ്റ്. ആ മണ്ടന് പാതാളം എവിടെയാണെന്ന് പോലും അറിയില്ല. ദേ കഴിഞ്ഞ ദിവസം പറയാ, നോബഡി ഹാസ് ഈവൻ ഹേർഡ് ഓഫ് ലെസോത്തോ എന്ന്. അവരാണെങ്കിൽ ദേ സൗത്ത് ആഫ്രിക്കയായിട്ട് ഭൂമി തർക്കത്തിന് റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇത് വല്ലതും ആ മണ്ടൻ അറിയുന്നുണ്ടോ? ആഹാ, ജോമോൻ ചേട്ടന് നല്ല ജനറൽ നോളജ് ഉണ്ടല്ലോ. ഈ ഇന്റർസ്റ്റെല്ലർ 3i ആറ്റ്ലസിനെ പറ്റി എന്താണ് പറയാനുള്ളത്? വലിയ ഏലിയൻ സാധനം ആയിരിക്കുമോ? ഒക്ടോബർ ആകുമ്പോൾ ഇതുവഴി പോകുന്നൊക്കെ പറയുന്നു. അത് പിന്നെ ഞാൻ ഇന്ന് രാവിലെ വരെ ട്വിറ്ററിലും വാട്സപ്പിലും ഇതൊന്നും കണ്ടില്ല. അത് പറഞ്ഞപ്പോഴാ തിരുമേനി, ഞാൻ ഇപ്പോഴാ ഓർത്തെ, തിരുമേനി ആ ട്രംപിനെ കാണാൻ വേണ്ടിയല്ലേ ഈ അമേരിക്കയിൽ പോണേ? അങ്ങേരാണെങ്കിൽ G20 സമ്മിറ്റ് എന്നും പറഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് വലിഞ്ഞേറി അവിടെ ഒന്ന് കണ്ടാലോ? എന്നിട്ട് ടാരിഫ് പ്രശ്നം അവതരിപ്പിക്കാം. എന്ത് പറയുന്നു? അത് നല്ലൊരു ഐഡിയ ആണല്ലോ. നമുക്ക് അമേരിക്ക എത്തും മുമ്പേ നമ്മുടെ ടാരിഫും ഇന്ത്യയുടെ ടാരിഫും ഒക്കെ ചർച്ച ചെയ്യാൻ പറ്റിയാൽ ഈ വർഷം ഓണം എല്ലാവർക്കും അടിപൊളിയാവും. ജോമോൻ ആൾ കേമൻ തന്നെ. ശരിയാ, അമേരിക്കയിൽ നമ്മുടെ മലയാളീസ് പിന്നെ ഉപ്പേരിയില്ലാതെ വിഷമിക്കണ്ടായല്ലോ. തിരുമേനി വരൂ, നമുക്ക് അങ്ങോട്ടിരിക്കാം. സദ്യ റെഡിയാണ്. ചാക്കോച്ച, ഇതെന്ത് വേഷം? അതെ, ഇന്ന് ഞങ്ങളുടെ വേലക്കാരി വന്നില്ല. അതുകൊണ്ട് ഞാനാ ഇവിടുത്തെ ഡിഷ് വാഷറും മിക്സിയും വാഷിംഗ് മെഷീനും എല്ലാം. അതാ അവള് സ്നേഹത്തോടെ വിളിച്ചത്. ചാക്കോച്ച, തമ്പുരാന്റെ പ്ലാനിൽ ചെറിയൊരു മാറ്റമുണ്ട് കേട്ടോ. നമുക്ക് നാളെ തമ്പുരാനും കൂട്ടി സാൻഡൻ കൺവെൻഷൻ സെന്റർ വരെ ഒന്ന് പോകണം. അവിടെയാണല്ലോ G20 സമ്മിറ്റ്. തമ്പുരാന് ആ ട്രംപിനെ ഒന്ന് മുട്ടിക്കാമോ എന്നുകൊണ്ട് റിക്വസ്റ്റ് ചെയ്തു. ഞാൻ പിന്നെ ഓക്കെ എന്ന് പറഞ്ഞു. ലസമ ഉണ്ടാക്കിയ ചോറ്, അവിയൽ, തീയൽ, ഇഞ്ചിക്കറി, തോരൻ, ഓലൻ, പപ്പടം, അച്ചാറ്, വായില് വെള്ളം വരുന്നു ഇതെല്ലാം പറഞ്ഞ്. ഇവയെല്ലാം കഴിച്ച് റെസ്റ്റ് ചെയ്ത മാവേലി അടുത്ത ദിവസം ട്രംപിനെ കാണാൻ സാന്റൻ കൺവെൻഷനിൽ ദാ കൂടെ ചാക്കോച്ചനും ജോമനും ഉണ്ട്. Hey guys, I think this is a good place. Oh my gosh, who's this guy? Let's just get out of here. ആ കുട്ടികളെ, ഒന്ന് നിക്കേ, അങ്ങനെ പോവാതെ. ഷേ, തിരുമേനി ഇതായിരിക്കുമല്ലേ ഇപ്പൊ തന്ത വൈബ് എന്നൊക്കെ എല്ലാരും പറയുന്നേ. നമ്മളെ ഇപ്പൊ ആർക്കും വേണ്ട. ചാക്കോച്ച, ഇത് തന്നെയല്ലേ സ്ഥലം? സ്ഥലം ഇത് തന്നെയാ. ആ പിള്ളേരെന്തോ ടിക്ടോക്കോ മറ്റോ ചെയ്യുക. ആ വണ്ടി പാർക്ക് ചെയ്യാൻ പോയ ജോമോനെ കാണുന്നില്ലല്ലോ. അയ്യോ, നിങ്ങളിവിടെ നിൽപ്പുണ്ടായിരുന്നോ? ഈ പാർക്കിംഗ് ഗാർഡ്സിനെ കൊണ്ട് തോറ്റ്. എൻ്റെ കയ്യിലാണെങ്കിൽ പാർക്കിങ്ങിന് കൊടുക്കാൻ ചില്ലറയില്ല. തിരിച്ചു പോകുമ്പോ ഇവന്മാരെ കാണാതെ ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചു വേണം ഇനി വണ്ടി എടുത്തുകൊണ്ട് പോകാൻ. അതെ, ഇവിടെ G20 സമ്മിറ്റ് എന്നൊക്കെ കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ ട്രംപിനെ എങ്ങനെ കാണും? നമുക്ക് ലോ എല്ലാവരോട് ചോദിക്കാം. കണ്ടിട്ട് ഇവിടുത്തെ സെക്യൂരിറ്റി ആണെന്ന് തോന്നുന്നു. Excuse me, how's it, bro? Hey, you talking to us? Yeah, I'm talking to you. I just want to find out how we can meet Mr. Trump. Only the heads of states invited for the G20 have passes to the event. Where is your pass? പറഞ്ഞു കൊടുക്ക്, മാവേലിയാണ് ഹെഡ് ഓഫ് കേരള സ്റ്റേറ്റ് എന്ന്. എന്നിട്ട് തമ്പുരാന്റെ കിരീടമാണ് പാസ് എന്ന്. You see, this is our king, Mahabali. He is currently visiting us from his country and he wants to have a trade discussion with Mr. Trump. Can you please inquire if we can have a quick meeting? Eta,
Okay, you wait here. We will go and inquire if we can see you. കണ്ടോ പുള്ളിക്കാരനോട് പറയേണ്ടതുപോലെ പറഞ്ഞപ്പോ കാര്യം മനസ്സിലായി. അവൻ ഏറ്റു എന്ന് പറഞ്ഞത് കേട്ടോ? അയ്യോ ശിങ്കടി, അവൻ ഏറ്റു എന്നല്ല പറഞ്ഞത്, ഏറ്റാ എന്നാ പറഞ്ഞത്. ഇത് ഇവിടുത്തെ ഒരു ഗ്രീറ്റിംഗ് ആണ്. തിരുമേനി ഒന്നും കൊണ്ട് പേടിക്കണ്ട കേട്ടോ, ഇപ്പൊ ശരിയാകും. ഒരു അകടുക് പരിപാടി ആവാതിരുന്നാ മതി. തിരുമേനി, അകത്ത് ഞങ്ങളുടെ പ്രസിഡന്റ് രാമപോസായി ഉണ്ട്. ഓ, അയാൾ ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെയാ. I'm sorry. Mr. Trump cannot see you now, as you don't have a pass to enter. ശിങ്കടി, താനിങ്ങ് വന്നേ. താൻ എന്താ അവരോട് പറഞ്ഞേ? അതെ ജോമോൻ ചേട്ടാ, ഖത്തറുകാര് പുള്ളിക്ക് പഴയൊരു പ്ലെയിനല്ലേ കൊടുത്തേ. ഞാൻ പറഞ്ഞു നമ്മൾ പുള്ളിക്ക് പുഷ്പക വിമാനം കൊടുക്കാമെന്ന്. മണ്ണെണ്ണ അടിക്കാൻ കാശില്ലാതെ അത് വെറുതെ അവിടെ കിടക്കുക. President Trump's chief of staff has been notified of your request. Okay, Mr. Trump will come meet you now. ദേ തിരുമേനി, ട്രംപ് കുട്ടി ഷോർട്സ് ഒക്കെ ഇട്ട് വരുന്നു. ഹലോ മിസ്റ്റർ ട്രംപ്. Wat zei jij? Ach man, I am not Mr. Trump. Mijn naam is Chris van der Marve. I came to see Mr. Trump. We Afrikaners, we are suffering here. അയ്യേ, തിരുമേനി ചമ്മിപ്പോയി. തിരുമേനി, ദേ ട്രംപ്. Hello, Mr. Trump. How are you? How is the G20 summit? G20 is so good, but nothing like America, which is way more beautiful. My press secretary is more beautiful. Nothing like I have ever seen before. So beautiful. ഈ ചാണകത്തലേന്ന് ഇതെന്തൊക്കെ പറയുന്നേ? Mr. Trump, we need you to remove the tariff set on India and Padalam, as our people are suffering without food. Aha. And what do I get for doing that? You can build a golf course in Padalam. No, that's not good enough. I need something bigger. You can use bigger balls. What do you mean? I mean, how about a golden visa for you and Melania to Padalam? No, that's not big enough. I need real deals, man. We can help you finish building the walls of Mexico. Or resolve the Russia-Ukraine war. We can get you the Nobel Peace Prize. ഒലക്കേടെ മൂഡ്. എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യണോ? Bigger. I am known as the deals guy, the BIG deals guy. ഈ നായിന്റെ മോനെ പാതാളത്ത് കിട്ടിയായിരുന്നെങ്കിൽ ഇവന്റെ കാല് തല്ലി ഓടിക്കായിരുന്നു. അസഭ്യം പറയാതെ ശങ്കിടി. ഒന്നുമല്ലെങ്കിലും അദ്ദേഹം ഒരു പ്രസിഡന്റ് അല്ലേ? ക്ഷമിക്കണം തിരുമേനി, ഞാൻ ഉദ്ദേശിച്ചത് ദിസ് സൺ ഓഫ് എ ഡോബർമാൻ ഇഫ് ഹി കംസ് ടു പാതാളം ഐ വിൽ ബ്രേക്ക് ഹിസ് ലെഗ്സ് എന്നാണ്. മിസ്റ്റർ ട്രംപ്, തിരുമേനി എന്താ ട്രംപിനോട് പറഞ്ഞേ? പുള്ളി ബിഗർ ഡീൽ വേണമെന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്നെക്കൊണ്ട് സാധിക്കാവുന്ന ബിഗസ്റ്റ് ഡീലാണ് ഞാൻ പുള്ളിക്ക് ശരിയാക്കി കൊടുക്കാൻ ഏറ്റിരിക്കുന്നത്. ബിഗസ്റ്റ് ഡീലോ? അതെന്താ തിരുമേനി അങ്ങനെ ഒരു ഡീല്? നമ്മുടെ പരിചയത്തിലുള്ള ഒരു പഴയ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറുണ്ട്. പുള്ളി വിചാരിച്ചാൽ കാനഡയും ഗ്രീൻലാൻഡും ട്രംപിന് നേടിയെടുക്കാം എന്ന് ഞാൻ പറഞ്ഞു. അതേതാ അങ്ങനെ ഒരു അവതാരം? പുള്ളിക്കാരൻ എങ്ങനെ കാനഡയും ഗ്രീൻലാൻഡും നേടിക്കൊടുക്കും? ഇനി വല്ല അണ്ടർവേൾഡ് മാഫിയ കണക്ഷൻസ് ആണോ തിരുമേനി? ഏയ്, മറ്റാരുമല്ലടൂ, എന്നെ ചവിട്ടി താഴ്ത്ത പഴയ വാമനൻ തന്നെ. ഫസ്റ്റ് സ്റ്റെപ്പ് കാനഡ, സെക്കൻഡ് സ്റ്റെപ്പ് ഗ്രീൻലാൻഡ്. അപ്പോ മൂന്നാമത്തെ സ്റ്റെപ്പോടെ ട്രംപ് വിവരം അറിയും. തമ്പുരാൻ ട്രംപിന് ഒരു വാഗാഡുഗു പരിപാടി തന്നെയാ കൊടുത്തത്.
മലയാളിയോടാണോ കളി? മൂലോകം കൈകൂപ്പും മായത്തേരോട്ടം, കടലേഴും പിന്മാറും ആഴക്കണ്ണോട്ടം, താരച്ചേലാട്ടം തനിയെ പോരാട്ടം, നടനത്തിക പറയും കളിയാട്ടം ആട്ടം. തിരുമല മുരുകനിക്ക് മാമല മുരുകനിക്ക് കൊണ്ടാടയ്യ കൊണ്ടാടയ്യ കൊണ്ടാട്ടം. തിരുമല മുരുകനിക്ക് മാമല മുരുകനിക്ക് കൊണ്ടാടയ്യ കൊണ്ടാടയ്യ കൊണ്ടാട്ടം. കോപത്തിൻ പന്തങ്ങൾ നീ അൻപാലെയാറ്റീണം, എല്ലോരെ മെന്നെന്നും ഒരു കണ്ണാലെ കാണീണം. പൂരം ഇനി അറുമുഖനുടെ കാലം, നട തെരുവിളക്കണ പൊടി പൊടിക്കണ കളവ കുങ്കുമ തീമില മക്കൾ ശരമണ